ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഷോർട്സിൽ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമൻസ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഞാൻ ഇത്രയൊന്നും കമൻസ് ഞാൻ പ്രതീക്ഷിക്കുകയില്ല. ഞാൻ വേറെ വീഡിയോസ് ചെയ്ത സമയത്തും എനിക്ക് ഇത്ര കമൻസ് ഒന്നും വന്നിട്ടില്ല. കമൻസ് വരാറുണ്ട്, പക്ഷെ ഇത്രയധികം കമൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ കമൻസിൽ അവരവരുടെ പേരിടുന്നതിൻ്റെ കൂടെ തന്നെ താത്ത വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ കമൻസ് ഞാൻ കണ്ടു. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാനിന്ന് എല്ലാ പേരും നമുക്ക് ഷോർട്സിൽ ഒറ്റയടിക്ക് അങ്ങനെ ചെയ്ത് തീർക്കാനാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വ്ളോഗ് ഇടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വ്ളോഗായിട്ട് ചെയ്യണോ വേണ്ടേന്ന്. അപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വ്ളോഗായിട്ട് ചെയ്തോ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് പേര് എഴുതിയെടുത്തിട്ട് അതിന് ഞാനൊരു 5 പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നറുക്കെടുത്തിട്ട്. കാരണം അത്രയും കമൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ 5 പേര് ഇപ്പോൾ ഒരു വ്ളോഗായിട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ ടൗണിൽ പോയിട്ട് വന്ന വ്യക്താണ്. കുറച്ച് സാധനങ്ങൾ, അതായത് മിഠായി ഐറ്റംസ് ഒക്കെ വാങ്ങി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഓരോ പേരിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വേണമല്ലോ. അതില്ലാണ്ട് അങ്ങനെ സാധനം തപ്പിപ്പിടിച്ച് കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പരമാവധി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും കണ്ടു വെക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് തിരഞ്ഞെടുത്ത പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ് കേട്ടോ. അപ്പോൾ എക്ക് ഞാൻ അണ്ടിപ്പരിപ്പാണ് കഴിക്കുന്നത്. എക്ക് ഇതവിടെ അണ്ടിപ്പരിപ്പാട്ട് എടുത്തിട്ടുള്ളത്. മേമേം ഈ വീഡിയോ ചെയ്തു പോകും, എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര ലാഗായി പോകും കേട്ടോ. അടുത്ത ലെറ്റർ വന്നിട്ട് കെ ആണ്. കേക്ക് ഞാൻ ഇവിടെ കോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. സംഭവം കാണിച്ചിടാം. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിടാം കേട്ടോ. കാണുന്നുണ്ടോ? ഇത്രയും മിഠായി ഐറ്റംസ് ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച സംഭവങ്ങളാണ്. അപ്പോൾ അടുത്ത ലെറ്റർ വന്നിട്ട് എസ് ആണ് കേട്ടോ. എസ്സിന് ഞാനിത് അവിടെ ഒരു സ്ട്രോബെറിയുടെ ഒരു മിഠായിയാണ് കഴിക്കുന്നത്. രസമുണ്ട്. ഈ വീഡിയോ നമുക്ക് വേഗം വേഗം ചെയ്തു പോകാം, കാരണം 5 പേരുകളുണ്ട്. പിന്നെ ഭയങ്കര ലാഗ് അടിച്ചാൽ കാണുന്നവർക്കും അതൊരു മർപ്പിക്കലായിരിക്കും. നെക്സ്റ്റ് ലെറ്റർ എസ് ആണ്. എസ്സിന് ഞാൻ ഹോർലിക്സ് ആണ് കേട്ടോ. സോറി, എസ് അല്ല, ഞാൻ എസ് ആണ് പറഞ്ഞത്, എച്ച് ആണ് കേട്ടോ. എച്ചിനാണ് ഹോർലിക്സ്. അടുത്ത ലെറ്റർ വീണ്ടും എ ആണ്. എക്ക് വീണ്ടും അണ്ടിപ്പരിപ്പ്. അടുത്ത ലെറ്റർ വന്നിട്ട് ആറാണ് കേട്ടോ. ആറിന് ഞാൻ റോബസ്റ്റ് പഴം. വീണ്ടും എക്ക് ഞാനൊരു അണ്ടിപ്പരിപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത ഫസ്റ്റ് പേര് അക്ഷര എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കാം. അടുത്ത പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. എസ്സിന് ഞാനിവിടെ സ്ട്രോബെറി മിഠായി തന്നെ ഗൈസ്. സ്ട്രോബെറി മിഠായി കഴിക്കാം. അടുത്ത ലെറ്റർ വന്നിട്ട് എം ആണ്. എമ്മിന് ഞാൻ ഈ ഒരു മിൽക്കി ഹേർട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അടുത്ത ലെറ്റർ ഐ ആണ് കേട്ടോ. ഐക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് ഇമിലി മിഠായി. ഞാൻ പരമാവധി എന്താ പറയുക, എല്ലാ സാധനവും വേറെ വേറെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങിയതുകൊണ്ട് തന്നെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അടുത്ത ലെറ്റർ വന്നിട്ട് ടി ആണ് കേട്ടോ. ടീക്ക് ഞാൻ ഒരു തേങ്ങാ കഷ്ണമാണ് കേട്ടോ എടുത്തത്.
എനിക്കിഷ്ടം തേങ്ങ ഇങ്ങനെ കഴിക്കാം. നെക്സ്റ്റ് ലെറ്റർ എച്ച്. എച്ചിന് ഞാൻ ഹണിയാണ് കേട്ടോ. എച്ചിന് കയ്യിലാക്കാം. അയ്യോ കൂടിപ്പോയി. ലാസ്റ്റ് ലെറ്റർ എ ആണ്. എക്ക് ഞാനിവിടെ ഒരു ആൽവിൻ്റെ ഒരു ലോലിപോപ്പാണ് കേട്ടോ. ഓക്കെ, ഇപ്പം ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത സെക്കൻഡ് നെയിം സ്മിത എന്നാണ് കേട്ടോ. ലെറ്റർ നോക്കാട്ടോ. സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന്. ഓക്കെ, തേർഡ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ വന്നിട്ട് ആറാണ്. ആറിന് ഞാൻ റോബസ്റ്റ് പഴമാണ് കഴിക്കുന്നത്. അടുത്ത ലെറ്റർ എ ആണ് കേട്ടോ. എക്ക് ഞാൻ ലേശം അച്ചാറും. അടുത്ത ലെറ്റർ വന്നിട്ട് എസ് ആണ്. എസ്സിന് ഞാൻ വീണ്ടും ഷുഗറിലേക്ക് തിരിച്ചു വന്നു ഗൈസ്. ആരൊന്നും പറയരുത്, വേറെ ഒന്നും കിട്ടുന്നില്ല. നെക്സ്റ്റ് ലെറ്റർ എച്ച്. എച്ചിന് ലേശം ഹണിയാണ്. ഓക്കെ, അടുത്ത ലെറ്റർ വന്നിട്ട് ഐ ആണ് കേട്ടോ. ഐക്ക് ഞാനിവിടെ ഒരു ഇമിലി ട്വിസ്റ്റ്. ഓക്കെ, ഒരു ഇമിലി ട്വിസ്റ്റ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ആൽവിൻ്റെ ഒരു ലോലിപോപ്പ് ആണിത്. അതേപോലെ ഒരു ഇമിലി ട്വിസ്റ്റ് ആണ്. അപ്പം ഞാൻ ഈ ഒരു ഇമിലി ട്വിസ്റ്റാണ് എടുക്കുന്നത്. ഓക്കെ, ഡിക്ക് ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത തേർഡ് നെയിം റാഷിദ് എന്നാണ്. അപ്പം നമുക്ക് ഫോർത്ത് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കാം അല്ലേ. ഫസ്റ്റ് ലെറ്റർ വന്നിട്ട് എസ് ആണ് കേട്ടോ. എസ്സിന് നമ്മൾ ഓഫ്കോഴ്സ് ഷുഗർ തന്നെ. എസ് വെച്ചിട്ട് ഞാൻ കടയിൽ പോയി മുട്ടായി നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല ഗൈസ്. സോ സാഡ്. നോക്കട്ടെ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ. ഓക്കെ, എസ്സിന് ഞാൻ ഷുഗർ അല്ല കേട്ടോ. ഒരു സോൾസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിമാൻ്റെ ഒരു മുട്ടായി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കഴിക്കാം. ഇതാ ഗൈസ്, കൊണല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത ലെറ്റർ വന്നിട്ട് എ ആണ്. എക്ക് ഓഫ് കോഴ്സ് അണ്ടിപ്പരി. നെക്സ്റ്റ് എച്ച്. എച്ചിന് ഹോർലിക്സ്. അടുത്ത ലെറ്റർ എ ആണ് കേട്ടോ. എക്ക് ഞാൻ അംല ഫ്രൂട്ടാണ്, അതായത് നമ്മുടെ സ്വന്തം നെല്ലിക്ക എന്ന് പറയും, ഇതിന് അംല എന്നും പറയും. അപ്പം ഞാൻ ഇതാണ് കഴിക്കുന്നത്. അടുത്ത ലെറ്റർ വന്നിട്ട് എൽ ആണ് കേട്ടോ. എല്ലിന് ഞാനൊരു മുട്ടായി വാങ്ങിയിട്ടുണ്ട് ഗൈസ്, കാണിച്ചു തരാം. ഇതാ ഒരു ലാക്ടോ കിങ്. അപ്പം ഓക്കെ, അപ്പോൾ വീണ്ടും ലാസ്റ്റ് ലെറ്റർ വന്നിട്ട് എ ആണ്. അപ്പോൾ ഒരു കഷ്ണം അണ്ടിപ്പരിപ്പ് എടുക്കാം. അപ്പോൾ നമ്മൾ ഫോർത്ത് നെയിം സഹല എന്നാണ്. നമ്മുടെ ഫിഫ്ത്ത് നെയിം നോക്കാം. ഫിഫ്ത്ത് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ് കേട്ടോ. എച്ചിന് ഓക്കെ
ഇവിടെ ഏതോ ഒരു മിഠായി ഉണ്ടായിരുന്നു. ഇതല്ല നല്ല ഞാൻ എന്തോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മിസ്സിങ് ആയി. അപ്പോൾ നമുക്ക് എച്ചിന് എന്താക്കാം, ഹണി തന്നെ എടുക്കാം. സോ ബാഡ്. ഓക്കെ, എച്ചിന് ഹണി. ഏക്ക് നമ്മൾ നമ്മുടെ സ്വന്തം അംല ഫ്രൂട്ട്, എല്ലിന് നമ്മൾ ലാക്ടോക്കിങ്, ഈക്ക് നമ്മുടെ സ്വന്തം എക്ലെയർ. കാണില്ല, ഇത് നമ്മുടെ ലാസ്റ്റ് നെയിമാണ് കേട്ടോ. 2 E വരുന്നുണ്ട്, അപ്പം 2 Eക്കും കൂടെ ഞാൻ എക്ലെയർ തന്നെയാണ് കഴിക്കുന്നത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ ടേസ്റ്റ് എന്താ. എമ്മിന് ഗൈസ് മെലഡി. ലാസ്റ്റ് ലെറ്റർ വന്നിട്ട് എ തന്നെയാണ്. അപ്പം എക്ക് ഞാൻ കഴിക്കുന്നത് ഓഫ് കോഴ്സ് അണ്ടിപ്പരിപ്പ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നെയിം വന്നിട്ട് ഹലീമ എന്നാണ് കേട്ടോ. അപ്പം ഇനി ഞാൻ വ്ളോഗായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സ് തന്നെയാണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഞാൻ വേറൊരു ചലഞ്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കളർ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം, ആ ഒരു കളറുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നതായിരിക്കും. അങ്ങനെ അപ്പം നമുക്കിനി കുറച്ച് ആ ചലഞ്ചുകൾ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഉണ്ട്, അത് ചെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്.